എൻ്റെ ചെറുകാല സുഹൃത്തും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ ശ്രീമൽ ഉണ്ണികൃഷ്ണൻ, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എണ്ണപ്പെട്ട എന്നാൽ പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, ഈ കലകൾക്ക് സുപ്രധാനമായൊരു സ്ഥാനമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ, സാഹിത്യത്തിനും കലകൾക്കും. മനുഷ്യൻ ഈ ഭൂമിയിൽ ജന്മമെടുത്ത കാലം മുതൽ അവരുടെ ഉല്ലാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെയും അതിൻ്റെ അതിർകവിഞ്ഞ അനുഭൂതികളുടെയും ആവിഷ്കാരമാണ് കലകളെല്ലാം തന്നെ. ആദ്യ മനുഷ്യൻ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി അവരുടെ വിശപ്പ് തീർത്തതിന് ശേഷം ഉണ്ടാകുന്ന ആഹ്ലാദ രസങ്ങളിൽ നിന്നാണ് അന്നത്തെ വന്യം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള നൃത്തങ്ങളും പാട്ടും സംഗീതവും കവിതയും ഒക്കെ രൂപപ്പെട്ടു. അപ്പോൾ കാലാകാലങ്ങളായി സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് കലകൾ കടന്നുപോയിട്ടുള്ളത്. കലകൾ കാലത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ ഫോസിലുകൾ ആണ് എന്ന് പറയാം. വർത്തമാനകാലത്തിലേക്ക് കൊടി നാട്ടിയിരിക്കുന്ന ആ ഫോസിലുകളാണ് കലകൾ എന്ന് നമുക്ക് പറയാം. ഇന്നിപ്പോൾ നമ്മുടെ പ്രാചീന കലകൾ, കേരളത്തിൻ്റെ തനത് കലകളെല്ലാം അത്ര ശ്രദ്ധേയമായ ഒരു അവസ്ഥയിൽ അല്ല, പ്രതാപകാലത്തിലല്ല. കഥകളിയെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, കഥകളി കലകളുടെ പിതാവാണ് എന്നാണ് പറയുന്നത്. ഈ കഥകളി പുതിയ തലമുറയിൽ നിന്ന് ഒരു പരിധിവരെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. കഥകളിക്ക് പുതിയ രൂപവും ഭാവവും ഒക്കെ നൽകിയ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലും വിസ്മരിച്ചുകൊണ്ടാണ്, അറിയാതെയാണ് പുതിയ തലമുറ വരുന്നത്. അങ്ങനെ ഒരുപാട് കലകൾ, തനത് കലകൾ, പാരമ്പര്യ കലകൾ, യക്ഷഗാനം പോലെ, കൂത്ത് പോലെ, കൃഷ്ണനാട്ടം പോലെ ഒക്കെയുള്ള കലകൾ ഇന്ന് ജീവിക്കുന്നത് കലോത്സവ വേദികളിലാണ്. കലോത്സവ വേദികളിൽ ഇതിനെല്ലാം സന്ദർഭമുണ്ട്, അവസരമുണ്ട്. നമ്മുടെ കലോത്സവങ്ങളിൽ ഇത്തരം കലാരൂപങ്ങളെ ആവിഷ്കരിച്ചത്, ഉൾപ്പെടുത്തിയത് നമ്മുടെ പഴയ DP ആയിരുന്ന, ഡയറക്ടറായിരുന്ന, വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന, പിൽക്കാലത്ത് ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശ്രീ R. രാമേന്ദ്രൻ നായർ. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇത് തുടങ്ങി വെച്ചത്. അന്ന് ഈ കലാരൂപങ്ങൾ കലോത്സവ വേദികളിൽ ഉൾപ്പെടുത്തിയപ്പോൾ വലിയ വിമർശനമുണ്ടായി. പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരെ ശ്രദ്ധ വ്യതിചലിക്കുന്ന വിധത്തിൽ ഇത്തരം കലാരൂപങ്ങൾ ആവശ്യമാണോ എന്ന് എല്ലാ എതിർപ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് കലാകാരൻ കൂടിയായ, അനേകം ആട്ടക്കഥകളൊക്കെ എഴുതിയിട്ടുള്ള, തുളസീവനം എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഈ മത്സരം ആരംഭിക്കുകയായിരുന്നു. അതിപ്പോഴും ആ മട്ടിൽ കൂടുതൽ ശക്തി ആർജിച്ച് കൂടുതൽ ഇനങ്ങൾ കൂടി ചേർന്ന് മുന്നോട്ട് പോകും. പക്ഷേ ഇത്തരം കലാരൂപങ്ങളുടെ ഇന്നത്തെ വർത്തമാന ആയുസ് നിർണയിക്കപ്പെടുന്നത് ഇത്തരം വേദികളിൽ, കലോത്സവ വേദികളിൽ മാത്രമാകുന്നത് നിർഭാഗ്യകരമാണ്. ഞാൻ പറയട്ടെ, ഒരു മാറ്റം വരുന്നു എന്നിരിക്കട്ടെ. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല എന്നാണല്ലോ മാർക്സ് പറഞ്ഞത്. ഒരു മാറ്റം വരുന്നു. കലോത്സവ വേദികളിൽ നിന്നും ഈ മത്സര ഇനങ്ങളൊക്കെ മാറ്റുന്നു. യക്ഷഗാനവും കൃഷ്ണനാട്ടവും പാഠകവും കൂത്തും എല്ലാം മാറ്റുന്നു എന്നിരിക്കട്ടെ. ഇതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികളെ ഇതിനുവേണ്ടി പരിശീലിപ്പിച്ച് ആ മട്ടിൽ ഉപജീവനം നടത്തി വരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരുടെ ഭാവി എന്താകും എന്നുള്ളതും ചിന്തനീയമാണ്. ഈ വിധത്തിലുള്ള ഒരുപാട് കലകൾ, മലയാളത്തിൻ്റെതായ കലകൾ, മോഹിനിയാട്ടം പോലുള്ള കലകൾ, ലാസ്യ ലാവണ്യ സമ്പന്നമായ മോഹിനിയാട്ടം, കലകളുടെ മാതാവാണെന്നാണ് മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുന്നത്. ലാസ്യഭാവമാണ് മോഹിനിയാട്ടത്തിൽ. അതിലെ ചുവടുവയ്പ്പുകൾ സഹൃദയരെ, ആസ്വാദക ഹൃദയങ്ങളെ ഹഠാകർഷിക്കുന്ന വിധത്തിലുള്ള ചുവടുവയ്പ്പുകൾ, കൈവളകൾ, കയ്യിലെ മൈലാഞ്ചി, അവരുടെ ആടയാഭരണങ്ങൾ, കസവ് വസ്ത്രം നേരിയതും ഒക്കെ
ഇത്തരത്തിൽ കലകൾ മുഖ്യധാരയിൽ നിന്ന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കലകളെയും സാഹിത്യ രൂപങ്ങളെയും ഉല്ലാസത്തിന് മനുഷ്യന് ഈ ധൃതി പിടിച്ച തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മനസ്സിന്റെ കലകൾക്ക് പുതിയ ഉന്മേഷത്തിന്റെ ബിന്ദുക്കൾ പ്രദാനം ചെയ്യുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുവാനാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് വേദികളിൽ ഞാൻ ആവർത്തിക്കാറുള്ള എനിക്കിഷ്ടപ്പെട്ട ജീവിത നിർവചനം ഇവിടെയും ആവർത്തിക്കട്ടെ. അത് ചങ്ങമ്പുഴയുടേതാണ്. എന്താണ് ജീവിതം? എന്താണ് ജീവിതം? അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം, സംഗീത തുന്തിലം, നൈമിഷികുജലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. അത്രയേ ഉള്ളൂ ജീവിതം. വളരെ നിസ്സാരമായും വളരെ ലളിതമായും എന്നാൽ സൗന്ദര്യ ദീപ്തമായും ചങ്ങമ്പുഴ ജീവിതത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്താണ് ജീവിതം? അവ്യക്തതയുള്ളതാണ്, സുന്ദരമാണ്, ഒരു വളകിലുക്ക പോലെ സുന്ദരമാണ്. നൃത്തലാസ്യ ചുവടുകൾ അടങ്ങുന്ന ഒരു വളകിലുക്കത്തിന്റെ മനോഹാരിതയും അതിന്റെ ഹൃദയാകർഷകതയും ഉള്ളതാണ് ജീവിതം. പക്ഷേ സംഗീത തുന്തിലമാണ്, എന്നാൽ നൈമിഷികോജ്ജലമാണ്. ഈ വിധത്തിലുള്ള ജീവിതത്തിൽ ക്ഷണപ്രഭ ചഞ്ചലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിതത്തിനിടയിൽ, തിരക്കിനിടയിൽ ആകെ അവശേഷിക്കുന്നത് ഇത്തരം മഴവിൽ സന്ധികളും ഈ മഴവിൽ സന്ധികളിൽ മനോഹരമാക്കുന്ന മനോഭിരാമമാക്കുന്ന നൃത്ത ചുവടുകളും സംഗീതത്തിൻ്റെ ഒലികളും മുദ്രകളും ആ വിധത്തിലുള്ള കലാസന്ധികളുമാണ്. ഈ മഴവിൽ സന്ധികൾ സമ്പന്നമാകുമെന്നും ഹൃദ്യമാകുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ചുരുക്കും. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.